എട്ടംഗ സംഘമാണ് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കേരളത്തിൽ നമ്മൾ കണ്ടു മഹാപ്രളയകാലത്ത് കേരളത്തിന്റെ സൈന്യമായി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ മാറിയെങ്കിൽ ഇപ്പോൾ കാരാവല്ലി കർണാടകയുടെ പടയാളികളായി ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ സംഘം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രജീഷ് ഈ ദൗത്യത്തിന്റെ ഭാഗമായിരിക്കുന്നു. പ്രജീഷ് ഏതായാലും അവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഈ പുഴയുടെ കുത്തൊഴുക്കിനെ ഭേദിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്ന ആളുകൾക്കെല്ലാം ഉള്ളത്. ഏതായാലും ഈ എട്ടംഗ സംഘത്തിൽ വല്ലാത്ത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പല തവണ ഇങ്ങനെ പോയി അവർക്ക് പരിചയമുണ്ട്. പലയിടത്ത് ഇങ്ങനെ പ്രവർത്തനം നടത്തി റെസ്ക്യൂ ഓപ്പറേഷനുകൾ നടത്തിയൊക്കെ പരിചയമുള്ള ഒരു സംഘമാണ് ഈശ്വർ മാൽപ്പയുടേത്. അതുകൊണ്ട് തന്നെ ഈ ഗംഗാവലിയുടെ കലിതുള്ളി ഒഴുകുന്ന ഗംഗാവലിയുടെ ഒഴുക്കിനെ അതിനെ ഭേദിച്ചുകൊണ്ട് താഴെ ട്രക്കിനരികിലേക്ക് എത്താൻ ഉള്ള ഒരു കഴിവ് ഇവർക്കുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും 3 ശ്രമങ്ങൾ ഇവർ നടത്തി. പക്ഷേ അതിൽ മൂന്നാമത്തെ ശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ശരീരവും അതുപോലെ തന്നെ ആങ്കറേജുമായി ബന്ധപ്പെടുത്തിയ വടം പൊട്ടിയ ഒരു സ്ഥിതി കൂടിയുണ്ടായി. നേരത്തെ MV MLA പറഞ്ഞിരുന്നു പല ഭാഗത്ത് നിന്നായി ആങ്കർ നൽകിയാണ് ഈ പുഴയിലേക്ക് അദ്ദേഹം ഇറങ്ങിയത്. ഇനി അടുത്ത ശ്രമം എന്നുള്ളത് കൂടുതൽ ദിശ മാറ്റിക്കൊണ്ട് ഈ പോയിന്റിലേക്ക്, അതായത് ഇതുവരെ ചാടിയ ആ ദിശ മാറ്റിക്കൊണ്ട് ഈ പോയിന്റിലേക്ക് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് അടുത്തൊരു ലക്ഷ്യം ഉള്ളത്. ഏതായാലും അതിനുള്ള നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. നിലവിലേതായാലും ചെറിയ ഒരു ബ്രേക്ക് ഇതിന് ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിന് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സംഘാംഗങ്ങൾ ഭക്ഷണത്തിനായി പിരിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈശ്വർ മാൽപ്പെ ഈ കുത്തൊഴുക്കിനെ ഭേദിച്ചുകൊണ്ട് താഴേക്ക് പോയി ഈ അർജുനെ വീണ്ടെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.